പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തിൻ്റെ സേവ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോണവരുണ്ട്, ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട്.
കർത്താവ് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവസിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ച സുവിശേഷം എനിക്ക് വേറിട്ട ഒരു ചിന്തയാണ് തന്നത്. അതായത് ദൈവം നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡുണ്ടല്ലോ. അപ്പോൾ ദൈവം തിരിച്ചറിയൽ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരം തിരിച്ചറിയൽ കാർഡാണത് ഉള്ളത്. എന്നിട്ട് ഈശോ പറഞ്ഞത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ലൂക്ക 6:44 ഇതിൻ്റെ ഒരു വിശദാംശങ്ങളുണ്ട്. പറഞ്ഞ വായിച്ച ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആൾക്കാരുടെ സ്വഭാവത്തിൽ മിക്സഡ്. ചില കാര്യത്തിൽ നല്ലതായിരിക്കും, ചില കാര്യത്തിൽ മോശമായിരിക്കും. ഇപ്പം ചില ആൾക്കാർ നമ്മൾ ഇൻട്രൊഡ്യൂസ് പറയുമ്പോൾ നമ്മൾ പറയും നല്ല ഭൂതദയുള്ള ആളാണ്, വിനയമുള്ള ആളാണെന്നൊക്കെ പറയും, നമുക്ക് കൊണ്ടു നടക്കാമെന്നൊക്കെ പറയും. പക്ഷെ വേറൊരാൾ പറയും അവനെ അടുപ്പിക്കാൻ കൊള്ളാതെന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ എന്താ കാണുന്നത്? ഒരു വൃക്ഷത്തിൽ തന്നെ പലതരം പഴങ്ങളാണ്. വിഷപ്പഴങ്ങളും ഉണ്ട്, വിശപ്പിന് പറ്റിയ പഴങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, പകുതി കൊള്ളാം പകുതി കൊള്ളത്തില്ല, അങ്ങനെ ഒരു സാധനം സുവിശേഷം അഡ്മിറ്റ് ചെയ്യണില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഇതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സംസാരം ഒന്നെങ്കിൽ യേസ് ആയിരിക്കണം അല്ലെങ്കിൽ നോയ ആയിരിക്കണം എന്ന് ഈശോ പറയും. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ യെസ് അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ. അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ഇതിൻ്റെ വെളിയിലുള്ള സംഭവങ്ങൾ ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോൾ അതായത് പാതി നന്മയും പാതി തിന്മയും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സത്യസുവിശേഷവും സത്യദൈവവും ഉൾക്കൊള്ളുന്നില്ല.